Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റ് ഉള്ള ഈസി പായസം തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഒരു പാനിലേക്ക് ഞാൻ അരക്കപ്പ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ടൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി തൊലി കളഞ്ഞതാണ്. ഉപ്പും ചേർത്തിട്ടില്ല. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലോട്ട് ഞാൻ അരക്കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഈ ഓട്സിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓട്സ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒരു അരിപ്പിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഇതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അരിപ്പിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണിൻ്റെയും പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടി അല്ലെങ്കിൽ ഏലക്ക ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓട്സൊക്കെ വെന്ത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. കൂടുതൽ നമ്മൾ തിക്കാക്കി കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുമ്പോൾ വല്ലാണ്ട് തിക്കായി പോവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കപ്പലണ്ടിക്ക് പകരം കാഷ്യൂ നട്ടും യൂസ് ചെയ്യാം. എന്നാലും കപ്പലണ്ടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ അടപ്പായസവും വെർമിസെലിയൊക്കെ വയ്ക്കുന്നത് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതൊരു 5 പേർക്ക് സെർവ് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ മെയിലിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.